അപ്പോ യെസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം ചേട്ടാ, നന്നായിട്ടിരിക്കുന്നു. അപ്പോ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ തിരുമാലി എന്ന് പറയുന്ന ചിത്രത്തില് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് കണ്ടിരുന്നു കേട്ടോ. അപ്പൊ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ചായക്കടക്കാരൻ. അതെ അതെ, ഉഗ്രനായിരുന്നു. അപ്പൊ ഇപ്പൊ എത്ര സിനിമകൾ ചെയ്തു? ഞാനൊരു 9ഓളം സിനിമകൾ ഇപ്പൊ കഴിഞ്ഞു. അതിനകത്ത് റിലീസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ ടീമിന്റെ പത്രോസിന്റെ പടപ്പുകൾ വിശുദ്ധം വെച്ചു 2 സിനിമ അവരുടെ തന്നെയാണ്. അതിലും 1-2 സീൻ ഉള്ളെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഗംഭീരമായിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാലും അത് നന്നായിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. തീർച്ചയായും. ഒരു മികച്ച പ്രതിഭ ആയതുകൊണ്ട് അപ്പോൾ എപ്പോഴും അത് സാധിക്കുന്ന ഒരു കാര്യമാണ്. എത്ര വർഷമായി പ്രൊഫഷണൽ മിമിക്രി രംഗത്ത് എത്തിയിട്ട്? ഞാനിപ്പം ഒരു 22 വർഷമായിട്ട് അതിനൊരു കൈയുടെ വിജയുടെ 22 വർഷമായിട്ട് പരിപാടി 22 വർഷമായിട്ട് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊഫഷണലായിട്ട് ഏതൊക്കെ ട്രൂപ്പുകളിലുണ്ടായിരുന്നു? അപ്പോൾ ഞാൻ പ്രൊഫഷണലായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ കോട്ടയം നസീർക്കയുടെ ട്രൂപ്പിലാണ് അവസാനത്തെ 2-3 വർഷം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ ഒരു ട്രൂപ്പായിട്ട് പോയിട്ടില്ല. എവിടെ പരിപാടി ഉണ്ടോ, ആരെപ്പോൾ വിളിക്കുന്നോ അവരുടെ കൂടെ അങ്ങ് പോവുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് 20 വർഷം മുമ്പ് നമുക്ക് അത്രയും ധൈര്യം കിട്ടൂല്ലേ? ഈ ഫ്രീലാൻസ് എന്ന് പറയുന്നത് വലിയ പാടായിരുന്നു. അതെ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമുള്ള ട്രൂപ്പിന്റെ ഭാഗമായിരിക്കുക. അത് കലാഭവൻ, ഹരിശ്രീ തൊട്ട് വലിയ ഓസ്കാറൊക്കെ തൊട്ട് വലിയ ട്രൂപ്പ് തൊട്ട് ചെറിയ ചെറിയ ട്രൂപ്പുകൾ വരെ എങ്ങനെ പോലും ഒരു 10-30 ഒരു 20 പരിപാടിയുള്ള ഒരു ട്രൂപ്പിൽ നമ്മളായിരിക്കുക എന്ന് പറയുന്നത് ഒരു കമ്പനി ജോലി കിട്ടുന്ന പോലെയായിരുന്നു. അന്നും ഫ്രീലാൻസ് കളിക്കുമായിരുന്നു. അന്ന് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് കലാഭവനിൽ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ഈ മിമിക്രി കളിച്ചു വിടുന്ന സമയത്ത് എന്റെ പള്ളിയിലെ ഇടവക വികാരിയച്ഛൻ ഒരു തന്നെ ആബേലച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ അന്ന് ഞാൻ ഇത്രയും ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ല, ചെറുതാ. അപ്പൊ ആബേലച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആബേലച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ കുറച്ചും കൂടി വലുതായിട്ട് നിന്നെ എടുക്കാം. ഞാൻ 1-2 സ്റ്റാറൊക്കെ ചെയ്തപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടെ ഉള്ളവരെല്ലാവരും കുറച്ച് വലിയ ചേട്ടന്മാരാ. അപ്പൊ നീ ഒരു 2 വർഷം കൊണ്ട് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഷാജോൻ ചേട്ടനൊക്കെ കലാഭവനാണ്. അപ്പൊ ഇവരുടെയൊക്കെ വീഡിയോ കാസറ്റുകൾ, ഗൾഫ് ഷോസിന്റെ കാസറ്റുകളെ കണ്ടിട്ട് നമ്മളങ്ങ് ചാർജായി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഏതോ ഒരു എപ്പിസോഡ് ഈ ഷാജോൻ ചേട്ടനൊക്കെ ഉള്ള ആ സമയത്ത് കലാഭവന്റെ ടീം വണ്ടി വന്ന് നിർത്തിയിട്ട് ഒരു 9 പേര് മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഓടിക്കളയുമായിരുന്നു. ഉപ്പുകണ്ട പ്രദേശത്തില് മറ്റേ ഇവര് വരുന്ന പോലെയാ ഒരു സംഘം വരുമായിരുന്നു. അതിനകത്ത് എല്ലാ 6 അടി പൊക്കമുള്ള ആൾക്കാരും വന്നിറങ്ങുന്ന ടീമായിരുന്നു കലാഭവന്റെ ആ വർഷത്തേക്ക്. അതൊരു ഉഗ്രൻ ടീമായിരുന്നു ആ വർഷത്തെ ഷോയൊക്കെ. അപ്പൊ പിന്നീടുള്ള എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതാവ് കലാഭവനിൽ ചേരുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആബേലച്ഛൻ മരിച്ചുപോയി. ആബേലച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ ഫാദർ മരിക്കുന്നതിനേക്കാൾ വലിയ വിഷമം വരുന്നു. ഞാൻ ഡെയിലി പേപ്പർ കട്ടിങ്ങുകളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കലും അങ്ങനെ ഉണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു മകൻ ഉണ്ടായപ്പോൾ എന്റെ മകൻ ആബേൽ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കലാഭവന്റെ ഓർമ്മകൾ എന്താണ് ഷാൻ ചേട്ടാ? ചേട്ടൻ അവിടെ ഒരു എത്ര വർഷം ഉണ്ടായിരുന്നു കലാഭവൻ? ഞാനൊരു 5 വർഷം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ 95 to 2000 വരെ ഉണ്ടായിരുന്നു. ആബേലച്ഛൻ മരിക്കുന്ന തൊട്ടുമുമ്പാണ് ഞങ്ങളൊരു വേൾഡ് ടൂറൊക്കെ പോയത്. അതൊക്കെ എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം മിമിക്രിക്കാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. കാരണം ഒരുമിച്ച് ഒരു 3.5 മാസക്കാലം ഒരു 12 രാജ്യങ്ങളോളം ആ സമയത്ത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മിമിക്രിക്കാരൊക്കെ പിഷുവൊക്കെ എന്താണ് മാസത്തിൽ 5-6 തവണ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. 2 കാര്യമാണ്. ഒന്ന് ഇന്റർനെറ്റിന്റെ വരവ്, മൊബൈലിന്റെ വരവ്. ഇത് രണ്ടും വന്നതോടുകൂടി വിദേശത്തുള്ള ആളുകൾക്ക് ഇവിടെ ഒരാളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാൻ തുടങ്ങി. മറ്റേത് ഒരാളെ വിളിച്ച് അയാൾ നാട്ടിലുള്ളവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. എങ്കിൽ പോലും കലാഭവൻ അല്ലെങ്കിൽ പ്രസാദേട്ടന്റെ ഒക്കെ സംഘത്തിൽ നിൽക്കുമ്പോഴുള്ളതല്ലാതെ ഒരു വേൾഡ് ടൂർ ഒരു രാജ്യത്തോട്ട് പോകും വരും. എത്ര 3 മാസം 3.5 മാസക്കാലം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. 12 രാജ്യങ്ങളുണ്ടായിരുന്നു. 12 രാജ്യങ്ങളിൽ. അപ്പം ആരാ ഇരിക്കുന്നത്? അല്ല, അത് പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ചില രാജ്യങ്ങളിലൊക്കെ ചെന്നത് നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. വെളുപ്പിനെ അവിടെ ചെന്ന് ലാൻഡ് ചെയ്യുന്നു, നേരെ പോകുന്നു. റോമിലൊക്കെ ആ സമയത്ത് പോയിട്ട് നേരെ ചെല്ലുന്ന സ്റ്റേജിലോട്ടാണ്. സ്റ്റേജിൽ ചെന്ന് ഷോ ചെയ്യുന്നു, അന്ന് പോയിട്ട് തന്നെ വേറെ അടുത്ത സ്ഥലത്തോട്ട് പോവാ. റോമിൽ ചെന്നു എന്ന് നമുക്ക് പറയാന്നുള്ളതല്ലാതെ ഒരു സ്റ്റേജ് വേറെ ഒന്നും കണ്ടിട്ടില്ല ആ സമയത്ത്. പക്ഷെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആബേലച്ഛനുമായിട്ടുള്ള ഒരു യാത്രയും കാര്യങ്ങളും ഒക്കെ. ചേട്ടാ അതുപോലെ തന്നെയായിരുന്നു. നിങ്ങള് കലാഭവനിൽ നിന്ന് വേൾഡ് ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ് വന്നതിന് ശേഷമുള്ള വീഡിയോ കാസറ്റ് കാണാൻ വേണ്ടിയിട്ട്. അത് എനിക്ക് കിട്ടിയ മിമിക്രിയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ദേമാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന കാസറ്റിൽ അടുപ്പിച്ച് 2-3 വർഷം പങ്കെടുക്കാൻ പറ്റിയായിരുന്നു. 2009 അതിന്റെ CD-യുടെ കവറിന്റെ പുറത്ത് എന്റെ ഫോട്ടോയും ഉണ്ട്. അതെനിക്ക് ഇനി ഒരിക്കലും ഒരു പക്ഷേ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അത്. അല്ല, ദേമാവേലി കൊമ്പത്തിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് അന്നൊരു മിമിക്രിക്കാരന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. ദേമാവലി ഒമ്പത്തിൽ പങ്കെടുക്കുക, കലാഭവനിൽ ചെന്ന് പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പുവിന്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ കുറെ സ്റ്റാർ ഇമിറ്റേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് പാതിരാത്രിയിലും വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാർ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ, എനിക്ക് ഏറ്റവും ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ലാലു അലക്സിന്റെ ശബ്ദം. ഇപ്പോൾ ലാലു അലക്സിന്റെ കുറച്ച് ഗൗരവമായിട്ടുള്ള ശബ്ദമാണ് ഞാൻ സാധാരണ വേദിയിൽ ചെയ്യുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ഉണ്ടപ്പോൾ അതിൽ നിന്നും ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡയലോഗ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മോളെ നീ പരസ്യക്കാരെ അങ്ങനെ അടച്ചാക്ഷേപിക്കൊന്നും വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തെക്കാൻ വേണ്ടിയിട്ട് ബ്രഷയിലേക്ക് പേസ്റ്റ് എടുക്കുമ്പോ എന്നാ ഓർമ്മ വരുന്നേ? പേസ്റ്റിന്റെ പരസ്യം. അവിടെ നിന്നും കുളിമുറിയിലോട്ട് കയറി കഴിഞ്ഞാൽ തലയെ തേക്കാനായിട്ടുള്ള എണ്ണ, സോപ്പ്, ഷാമ്പു.
ഈ ചപ്പ് ചവറ് സാധനങ്ങളെല്ലാം പരസ്യക്കാരാണ് നമുക്ക് പരിചയപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നാലോ, ഇഡലി മാവ് തൊട്ട് പുട്ടുപൊടി വരെ ഈ പരസ്യക്കാരുണ്ടാക്കുന്ന പരസ്യം കണ്ടേച്ചാണ് നമ്മൾ വാങ്ങിക്കുന്നേ. നമ്മളെ ലൈഫ് ഇപ്പൊ നിയന്ത്രിക്കുന്നതിന് പരസ്യക്കാരാന്നേ. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന, പച്ചക്കിളിക്കൊരു കൂട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇത്ര ഇപ്പം ലാലു ലക്സനെ ആയിക്കോട്ടെ, ഏത് നടനായിക്കോട്ടെ, പലരും ജീവിതത്തിന്റെ എന്നോ ഒരിക്കൽ അവരുടെ ഒരു ഡയലോഗ് പഠിച്ചു വെച്ചിട്ട് ആ ഡയലോഗാണ് മിമിക്രി ഉള്ളിടത്തോളം കാലം അവതരിപ്പിക്കുന്നത്. നടന്മാര് ചെയ്ത് പോവുകയും നമ്മൾ നടന്റെ ഒരു പഴയ ഡയലോഗുമേ പിടിച്ചു നിൽക്കുകയും ചെയ്യും. ഇത്രയും പുതിയ ഡയലോഗ് ഇരുന്ന് പഠിച്ചുകൊണ്ട് വന്നതിന് അപ്പൂനൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ പറയണം കേട്ടോ. അപ്പോ അതുപോലെ തന്നെ അധികം ആരും അനുകരിക്കാത്ത ഒരു താരമല്ല, അദ്ദേഹം ഒരു വൈദികനാണ്. കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറയും. ജോസഫ് പുത്തമ്പറക്കിൽ നിന്നാണ് അദ്ദേഹത്തിന് ശരികൾ വരും. അദ്ദേഹമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ മിമിക്രിക്കാരികൾ കൂടുതൽ തമാശ പറയുന്ന ഒരാൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ ഇരിക്കാം. വിവാഹം എന്ന് പറയുന്നത് പിള്ളകളിയല്ല, കലാമാശയല്ല. കുടുംബം ഇമ്പമുള്ളത് കുടുംബം, കുടുംബം ഇമ്പമില്ലെങ്കിൽ ഭൂകമ്പം എന്നാ പറയുക. പിന്നെ പറയും ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേല് കിടക്കാം, ഒരുമയില്ലെങ്കിൽ ഒലക്കമേലെ കിടക്കുമെന്ന്. വെൽഡിങ് കേൾക്കുമ്പം ഏകദേശം ഒരുപോലെയാ, പക്ഷെ വലിയ വ്യത്യാസമാണ്. വെൽഡിങ് എന്ന് പറയുമ്പം ആദ്യമേ തന്നെ തീയുണ്ടാകും, പുകയുണ്ടാകും, പൊട്ടലുണ്ടാകും, ചീറ്റിലുണ്ടാകും. അത് കഴിയുമ്പം അതങ്ങ് സെറ്റാകും. എന്നാൽ വെഡിങ് എന്ന് പറഞ്ഞാൽ നേരെ മറിച്ചാ. വീട്ടുകാര്, നാട്ടുകാര്, കൂട്ടുകാര് എല്ലാവരും കൂടി ചേർത്ത് അങ്ങ് സെറ്റ് ചെയ്ത് നിർത്തും. പിന്നീട് ജീവിതത്തിൽ മൊത്തം തീയായിരിക്കും, പുകയായിരിക്കും, പൊട്ടലായിരിക്കും, ചീറ്റിലായിരിക്കും. ഇതാ ദാമ്പത്യം. ഇത്രയും നല്ല പ്രതിഭയാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഫുൾ ടൈം കലാകാരൻ മാത്രമല്ല, അപ്പൂന് പണിയുണ്ട്. എന്താ ചെയ്യുന്നേ വേറെ? എനിക്ക് ആക്ച്വലി ഞാനത് പുറത്തധികം പബ്ലിസിറ്റി കൊടുക്കാറില്ല. എങ്കിൽ പോലും പറയാണ്, ഞാനൊരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ബാങ്കിൽ ജോലിയുള്ള ഒരേ ഒരു മിമിക്രിക്കാരൻ. അത് കാരണം തന്നെ ഈ കോവിഡിന്റെ സമയത്ത് എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചു. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2-3 വർഷം പ്രോഗ്രാമില്ലായിരുന്നപ്പോ ചുമ്മാ വെച്ചതാണ് ഈ മീശ. കാരണം ഇതുവരെ ഒരു ചാനലിലും ഞാൻ മീശ വെച്ചിട്ട് പോയി പെർഫോം ചെയ്തിട്ടില്ല. അതെ, ഞാനും ഇന്ന് മീശയുടെ പുറത്തു എന്താ മീശയൊക്കെ വെച്ച് വന്നേക്കുന്ന ഒരു പോലീസുകാരൻ വരുന്ന പോലെ ഉണ്ടല്ലോ എന്നുള്ളത്. അത് എന്റെ ഒരു സുഹൃത്ത് ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ ഒരു സിനിമയിൽ പോലീസ് വേഷം എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നാ ചുമ്മാ നോക്കാം, എത്രത്തോളം പോകുമെന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ച് നോക്കിയതാ. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ അപ്പുചേട്ടന്റെ യഥാർത്ഥ രൂപം കാണുന്നത്. ഇതിനു മുമ്പ് പല വേഷങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. അല്ല, ബാക്കിയുള്ള എല്ലാ മിമിക്രിക്കാരും ഇപ്പൊ അപ്പു പറഞ്ഞ പോലെ കോവിഡിന്റെ സമയത്ത് ലോൺ മുടങ്ങി എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് വിളി വന്നോണ്ടിരുന്നതാ. ഇവ വിളിച്ചോണ്ടിരുന്ന ആളാ ബാക്കിയുള്ളവരെ. അതുപോലെ ജോലിയുള്ള ഒരാളാണ് അപ്പു എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ കൃത്യമായ ഫോളോ അപ്പുകളുള്ള, നമ്മൾ വിചാരിക്കാത്ത ചില ചടങ്ങുകൾക്കൊക്കെ, അല്ലെ നമ്മുടെ വീട്ടിലെ ചില ഫംഗ്ഷന്, ചില ന്യൂ ഇയറുകൾക്ക് ഒക്കെ നമ്മൾ ചില ആശംസകൾ കുറെ കിട്ടും. ചിലര് നമ്മൾ ഇതിനോർത്ത് വായിച്ചോ എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ ചില മെസ്സേജുകളൊക്കെ ഇടയ്ക്ക് അയക്കുന്ന, ബന്ധങ്ങൾ നിലനിർത്തുന്ന നല്ല വ്യക്തികളിൽ ഒരാളാണ്. രമേശേട്ടന് ഞാൻ മെസ്സേജ് അയക്കേണ്ട ഒരു കാരണം കൂടി ഉണ്ട്. അത് രമേശേട്ടൻ അറിയില്ലാത്തൊരു കാരണമാണ്. ഒന്ന്, രമേശേട്ടന്റെ മകൻ ജനിച്ച ദിവസം തന്നെയാണ് എനിക്ക് മകള് ജനിച്ചത്. 2, രമേശേട്ടന്റെ കല്യാണത്തിന്റെ അതേ ദിവസം തന്നെയായിരുന്നു എന്റെ ബ്രദറിന്റെ കല്യാണം. രമേശേട്ടൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ എന്റെ ബ്രദറിന്റെ കല്യാണത്തിന്റെ അന്ന് രാവിലെ ബൊക്ക വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോ രമേശേട്ടൻ ബൊക്കയൊക്കെ പിടിച്ച് ഒരു ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. കാരണം എന്റെ നാട്ടുകാരിയാണ് രമേശേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതെ അതെ. എന്റെ ഭാര്യയുടെ ഒറിജിനൽ നാട് അയ്യമ്പള്ളി എന്ന് പറഞ്ഞ ചെറായിക്കടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഞാൻ ബൊക്കയായിട്ട് നിൽക്കുമ്പോൾ നിന്റെ ചേട്ടന്റെ കല്യാണമാണ്. എന്റെ കല്യാണത്തിന് ഞാൻ ബൊക്ക വാങ്ങിച്ചിട്ട് വരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു പോയിട്ട് പോയപ്പോ ചോദിച്ചിരുന്നെങ്കിൽ എന്റെ ബൊക്ക ഞാൻ സെക്കൻഡ് ഹാൻഡ് വിലക്ക് തന്നേനല്ലോ. ഞാൻ വെറുതെ പിടിച്ചോണ്ടിരിക്കണായിരുന്നു, ഒരാവശ്യമില്ല, അപ്പൊ തന്നെ കൊടുത്താ ബൊക്കെ. അല്ല, അപ്പൊ അതുകൊണ്ട് ആ ദിവസങ്ങളൊക്കെ വരുമ്പോ എനിക്ക് നല്ല ഓർമ്മയായിരിക്കും. ഞാനേ വെറുതെ അല്ല, ഇവൻ എങ്ങനെ എന്റെ വെഡിങ് ആനിവേഴ്സറി കൊച്ചിന്റെ ബർത്ത്ഡേക്ക് മെസ്സേജ് അയക്കുന്നു ഓർത്തിട്ട് അപ്പു അങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴല്ലേ അറിഞ്ഞത് ഇവൻ ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി. ഇന്ന് പുള്ളിയുടെ കല്യാണമാണല്ലോ, മോള് ജനിച്ചു, ഇന്ന് പുള്ളിയുടെ മോന്റെ ബർത്ത്ഡേ ആണല്ലോ എന്നും പറഞ്ഞുള്ള അപ്പു. അടുത്തായിട്ട് പ്രേമം എന്ന ഒറ്റ ചിത്രത്തില് കോമഡി കാണിച്ചുകൊണ്ട് പ്രേക്ഷക മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു താരമാണ് വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ടിന്റെ ഈ അടുത്ത് ഇറങ്ങിയ മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡയലോഗ്. തനിക്ക് ഷർട്ട് തുന്നാൻ അറിയോ, പൊറോട്ട അടിക്കാൻ അറിയോ, ബീഫ് കറി ഉണ്ടാക്കാൻ അറിയോ? ഇതെല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്യും. അപ്പോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തനിക്കറിയില്ല, താൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല. ഈ താൻ ഇവിടെ കൊണ്ടുവന്ന് ഒരുപാട് ഷോ കാണിച്ചു കഴിഞ്ഞാല് ഡാൻസ് അറിയുന്ന നല്ല കൊറിയോഗ്രാഫേഴ്സിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് തന്നെ പിടിച്ച് ഞാൻ കേട്ടോട്ട് അടിക്കും. മര്യാദയ്ക്ക് പോയിട്ട് എനിക്ക് കളിക്കാനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കി.
അപ്പൊ ചേട്ടാ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമ്മൾ ലാസ്റ്റ് കണ്ടത് നമ്മൾ ഒരുമിച്ചൊരു വർക്ക് ചെയ്തായിരുന്നു, ലാഫിംഗ് ബുദ്ധ എന്നൊരു മൂവി ചെയ്തായിരുന്നു. അപ്പം ഒരുമിച്ച് വർക്ക് ചെയ്ത് അന്ന് കണ്ടിരുന്നു. എന്നാലും വീണ്ടും കാണാൻ സാധിച്ചാലും ഈ ഫ്ലോറിൽ വന്നതിൽ ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ഒരു എളിയ സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് നൽകാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും ഷാജു ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ അപ്പു ജോസ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചു. വളരെ പെർഫെക്റ്റ് ആയിക്കൊണ്ട് ഏറ്റവും പുതിയ ഡയലോഗുകൾ വെച്ചുകൊണ്ട് ഒരുപാട് ശബ്ദങ്ങൾ ഇവിടെ അനുകരിച്ചു. ഒരു മിമിക്രി കലാകാരൻ മാത്രമല്ല, അദ്ദേഹം നല്ലൊരു അഭിനേതാവ് കൂടിയാണ്. അദ്ദേഹം വന്നപ്പോൾ നമ്മൾ ആബേലച്ചനെ കുറിച്ച് ഇവിടെ കുറച്ചു നേരം സംസാരിക്കാൻ കാരണമായി. അങ്ങനെ പലതരത്തിൽ നമ്മുടെ എപ്പിസോഡുകളെ ധന്യമാക്കാൻ സാന്നിധ്യം കൊണ്ട് സാധിച്ചു. ഈ എപ്പിസോഡിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു ആദരവ്.